ഫെമിലിയറൈസേഷൻ ഓഫ് റിലേ ആണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് റിലേ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരെണ്ണമാണ് സിംഗിൾ പോൾ, സിംഗിൾ പോൾ സിംഗിൾ ത്രോയും, ഇതാണെങ്കിൽ സിംഗിൾ പോൾ ഡബിൾ ത്രോ. പിന്നെ ഒരെണ്ണം വരുന്നത് ഡബിൾ പോൾ സിംഗിൾ ത്രോ, ഡബിൾ പോൾ ഡബിൾ ത്രോ. ഈ ത്രോയും പോളും എന്താണെന്നുള്ളതാണ്. ഈ ത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊറ്റ പൊസിഷനിലേക്ക് മൂവ്മെൻ്റ് ഉള്ളൂ ഈ സാധനത്തിന്. ഇതാണെങ്കിൽ രണ്ട് സ്ഥലത്തേക്കാണ് മൂവ്മെൻറ്റ്, ഇവിടേക്കും കണക്ഷൻ ആവാം, ഇവിടേക്കും കണക്ഷൻ ആവാം. അപ്പോൾ ഈ നോർമലി ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുന്ന സാധനത്തിന് നോർമലി ക്ലോസ് എന്ന് പറയും, വിട്ടിരിക്കുന്ന സാധനത്തിന് നോർമലി ഓപ്പൺ എന്ന് പറയും. ഇതാണ് പോള്. എത്ര എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്? ഒരെണ്ണമല്ലേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതാണ് പോള്. പക്ഷേ ഇതിൽ രണ്ട് സെറ്റ് ഉണ്ട്. രണ്ട് സെറ്റാകുമ്പോൾ രണ്ട് പോളാണ്, അതാണ് ഡബിൾ പോൾ. ഇതിലും രണ്ട് സെറ്റ് ഉണ്ട്. ഈ ഒരു പോളുകൾ രണ്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ ഡബിൾ പോൾ ഇത് രണ്ട് സൈഡിലേക്ക് മൂവ് ആവാം, അതാണ് ഡബിൾ ത്രോ. രണ്ട് സെറ്റ് കോൺടാക്റ്റിലേക്കാണ് മാറുന്നത്, അപ്പോൾ ഡബിൾ ത്രോ. ഇതാണ് ഈ ഓരോ സെറ്റ് കോൺടാക്റ്റിലേക്കാണ് രണ്ട് പോളുകൾ മാറുന്നത്, അപ്പോൾ ഡബിൾ പോൾ സിംഗിൾ ത്രോ. ഇതാണ് അതിൻ്റെ ത്രോയുടെ കാര്യങ്ങൾ. ഇനി ആ റിലേയുടെ കാര്യങ്ങൾ. ഇതാണെങ്കിൽ ഡബിൾ പോൾ ഡബിൾ ത്രോ ആണ് കാണിക്കുന്നത് റിലേ. അപ്പോൾ ആദ്യം കോൺടാക്റ്റിൻ്റെ കാര്യങ്ങൾ പറയാം. ഈ കോൺടാക്റ്റിൽ കണ്ട ഇവിടെ ഈ കാണുന്ന മൂന്നെണ്ണം, ഇവിടെ കാണുന്ന ഈ മൂന്നെണ്ണമാണ്, മൂന്ന് സെറ്റാണ്, മൂന്ന് കോണ്ടാക്റ്റ് കാണാം. ആ മൂന്ന് കോണ്ടാക്റ്റുകളാണ് ഇതിൽ മൂന്ന് സെറ്റ്. ഇത് കാണാമല്ലോ, ഇത് രണ്ടെണ്ണം കോയിലാണ്. ഈ ആദ്യം കാണുന്ന ഈ രണ്ടെണ്ണം കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് കോയിൽ. ഈ കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളർ സാധനമാണ് കോയിൽ. അതിലേക്കുള്ള രണ്ട് വയറാണ്, ഈ ബ്ലാക്ക് രണ്ട് വയറുകൾ ഇതിലേക്കാണ് കണക്ഷൻ ആവുന്നത്. അല്ല, ഇവിടുന്ന് ഈ വയറും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ വയറും കണക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണത്തിൻ്റെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ കണ്ടു കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ രണ്ടെണ്ണം ഇങ്ങനെ പാരലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടെണ്ണം കോയിൽ. ഇതിലേക്ക് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെഡ് സാധനം ഇതൊരു കോയിലാണ്, ചെമ്പ് കമ്പിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. അത് മാഗ്നറ്റ് ആവും. 12 വോൾട്ടേജാണ് അതിന് കൊടുക്കേണ്ട സപ്ലൈ ഉണ്ട്. 12 വോൾട്ടേജ് സപ്ലൈ കൊടുക്കുമ്പോഴാണ് അത് എനർജൈസ് ആവുന്നത്. എനർജൈസ് ആവുന്ന സമയത്ത് ഇത് മാഗ്നറ്റ് ഇങ്ങോട്ട് അട്രാക്റ്റ് ആവും. മാഗ്നറ്റ് അട്രാക്റ്റ് ആവുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് മൂവ് ആവും. അത് കാരണം കൊണ്ടാണ് ഒരെണ്ണം ഡബിൾ ത്രോ. ഇത് ഒരു പോളാണ് കണ്ടത്, ഈ ഒറ്റ ലൈനുള്ള ഒരു പോളാണ്. ആ പോള് രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. സിംഗിൾ പോൾ ഡബിൾ ത്രോ ആണ്. ഇത് രണ്ടെണ്ണം, ഈ രണ്ട് കോണ്ടാക്റ്റ് എപ്പോഴും കൂട്ടിമുട്ടിയിരിക്കുകയാണ്. കണ്ട ഈ കോണ്ടാക്റ്റ്, ഈ സെറ്റ് കോണ്ടാക്റ്റ് കൂട്ടിമുട്ടിയിരിക്കുകയാണ്, എപ്പോഴും കൂട്ടിമുട്ടിയിരിക്കുന്ന കോണ്ടാക്റ്റ് ആയത് നോർമലി ക്ലോസ്. അപ്പോൾ ആ നോർമലി ക്ലോസ് ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്, ഈ ലൈൻ, ഈ അറ്റത്തുള്ളല്ലേ. ഈ ഒരു കോണ്ടാക്റ്റിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നോർമലി ഓപ്പൺ ആണ് ഈ കോണ്ടാക്റ്റ്. അത് അടുത്ത ഇത്. പിന്നെ രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഈ പോളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, ഇതാണ് പോള്. ആ പോളിൽ നിന്ന് വരുന്ന വയർ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഈ വയർ ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് കോമൺ. അപ്പോൾ ഈ വയർ അപ്പോൾ കാണുന്നത് ഈ രണ്ടെണ്ണം കോയിൽ, പിന്നത്തെ വന്നത് കോമൺ, പിന്നെ വന്നത് NO, പിന്നെ വന്നത് NC. ഇത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ അല്ല ഡബിൾ ത്രോ. രണ്ട് സൈഡിലേക്ക് ത്രോ ഉള്ളതുകൊണ്ട് ഡബിൾ ത്രോ. ഇനി ഇതിൻ്റെ തന്നെ രണ്ട് സെറ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. രണ്ട് സെറ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ രണ്ട് പോൾ കാണാൻ കണ്ട, ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ ഒരു പോളുണ്ട്. ഇത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് പോളാണ്. ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് ഇതിലേക്കും പോകുന്നു. ഇതിൽ കൂടെ പോകുന്ന ഒരു വയർ എടുത്തിട്ട് ഇതിൽ കൂടെ വരുന്ന ഒരു വയർ, ഇതിൽ നിന്ന് വരുന്ന വയർ എടുത്തിട്ട് ഇതിലേക്ക് പോകുന്നു. ഇപ്പോൾ രണ്ട് പോൾ. അപ്പോൾ ഇതിൽ കൂടെ കൊടുക്കുന്ന കറണ്ട് ഇപ്പുറത്തേനെ ബാധിക്കില്ല. അപ്പോൾ രണ്ടും ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇതൊരു സെറ്റ്. അപ്പോൾ ഈ സെറ്റ് ഒരു NC, ഇതിൻ്റെ NCയും ഇതേപോലെ തന്നെ ഈ അറ്റത്ത് രണ്ടെണ്ണം, ഇതിനിടയിൽ ഒരെണ്ണത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഇത് രണ്ടും ഗ്യാപ്പില്ലാത്തത് NC, ഗ്യാപ്പുള്ളത് നോർമലി ഓപ്പൺ. ഇത് ഇനി എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് മാറും. ഇങ്ങോട്ട് മാറുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ആയിപ്പോവും, രണ്ടാമത്തെ സൈഡ് ഓപ്പണോ ആദ്യത്തെ സൈഡ് ഓണോ. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെഡ് വയറില്ലേ, ഈ റെഡ് വയറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബോ അല്ലെങ്കിൽ മോട്ടറോ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇതിൽ കൂടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, കോമണിൽ കൂടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കയറി ഇറങ്ങി ഇതിലൂടെ വന്ന് ഇതിന് വർക്ക് ചെയ്യിക്കും. പക്ഷെ നമ്മൾ റിലേനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇതിലുള്ള കറണ്ട് ഓഫായിട്ട് ഇപ്പുറത്തേലേക്ക് ആയിരിക്കും കറണ്ട് പോവുക. അപ്പോൾ ഇതിലുള്ള കൊടുത്തിരിക്കുന്ന സാധനമായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പല ആപ്ലിക്കേഷൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി ആ റിലേ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുക ചെയ്യും. കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാണല്ലോ കോയിൽ എന്ന് പറഞ്ഞില്ലേ, ഈ റെഡിൽ നിന്ന് വരുന്ന ഈ നടുവത്തെ കൊണ്ടുവന്ന് വരുന്ന കോയിൽ, അതാണ് ഈ കോയിലിൽ നിന്ന് വരുന്ന രണ്ട് വയർ. ഈ രണ്ട് വയർ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക.
2 വയർ എടുത്തിട്ട് 12 വോൾട്ടേജിൻ്റെ റിലേ ആണെന്ന് പറഞ്ഞില്ലേ, 12 വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുണ്ട്. 12 വോൾട്ടേജ് റിലേ ആണ്. 12 വോൾട്ടേജ് റിലേ ആണെങ്കിൽ ഒരെണ്ണം പവർ സപ്ലൈ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. പവർ സപ്ലൈയുടെ ഒരു എൻഡിലേക്കും കൊടുക്കാം. പിന്നെ ഒരെണ്ണം എടുത്തിട്ട് 12 വോൾട്ടേജിലേക്കും കൊടുക്കാം. 12 വോൾട്ടേജ് അടിക്കുമ്പോൾ നമ്മളിവിടെ പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഓണാവുന്നുണ്ട്, ഓണാവുന്ന ഓഫ് ആവുന്നു. ഇപ്പോൾ കൊടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ നോർമലി ഓപ്പൺ ആയിരുന്നത് ക്ലോസിലേക്ക് മാറി. വേണ്ട, ഇപ്പോൾ ഇത് നോർമൽ ക്ലോസ്. പവർ കൊടുത്തു കഴിയുമ്പോൾ ഇത് മാഗ്നറ്റായിട്ട് അട്രാക്റ്റ് ആയിട്ട് നോർമലി ഇതിലേക്ക് മാറി. ഇത് ഒരു ഇതായതുകൊണ്ടാണ് ഇങ്ങനെയാണ് റിലേയുടെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് കാണണമെങ്കിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് അടുത്തതായിട്ട് ചെയ്ത് കാണിച്ചു തരാം.